Friends. ഇവനിത് എവിടെ പോയിരിക്കുക? ശരിയാ, എന്നും ലേറ്റ്. ഇത്രയും ദൂരമുള്ള എനിക്ക് വരാം, പിന്നെ ഇവന് പറഞ്ഞ സമയത്ത് വന്നാലെന്താ? അതിനാദത്തിന്റെ തൊട്ടടുത്തുള്ള വീടല്ലേ റോമിക്സിന്റേത്? അതെ, പക്ഷേ ഇവിടുന്ന് നോക്കുമ്പോ അങ്ങേ അറ്റത്തെ വീട് എന്റെ അല്ലേ, അപ്പോ എനിക്കല്ലേ ദൂരെ കൂടുതൽ. ഇത് അവനായിരിക്കുമല്ലോ. ആയിരിക്കും, എക്സ്ക്യൂസ് പറയാൻ വിളിക്കുന്നതായിരിക്കും. ഞാൻ ദേ വരുന്നു. പ്രിൻസേ, ഇന്നെനിക്ക് ചിലപ്പോഴേ വരാൻ പറ്റൂ. ഞാനൊരിക്കൽ പറഞ്ഞിരുന്നല്ലോ ഒരു എക്സാമിന്റെ കാര്യം. അത് നാളെ ആണെന്നേ. അതിനുവേണ്ടി ഒന്ന് ടൗൺ വരെ പോണം. ടൗണിൽ പോയിട്ട് വരുമ്പോ ഗ്രാൻഡ്പയ്ക്ക് എന്ത് കൊണ്ടുവരും? ഗ്രാൻഡ്പയ്ക്ക് ഇഷ്ടമുള്ള എന്തും. അയ്യോ, ഇത് പ്രിൻസ് അല്ലായിരുന്നോ? ഞാൻ ദേ പ്രിൻസിന് കൊടുക്കാം. ഗുഡ് മോർണിംഗ് ഗ്രാൻഡ്പ. ആ ധീരതയ്ക്ക് ഞാൻ സാരമില്ല സാരമില്ല, ഞാൻ ദേ കൊടുക്കാം. ഇവനിത് എപ്പോഴും പറ്റുന്നതാ ഗ്രാൻഡ്പ. കർത്താവേ കാത്തു, വേറൊന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ. ഹലോ ആദം. ഹലോ, ഇത് പ്രിൻസ് തന്നെയാണല്ലോ അല്ലേ? അതേലോ. എന്താ ആദം, നീ ഇന്ന് വരുന്നില്ലേ? പ്രിൻസേ, അന്ന് ഞാൻ പറഞ്ഞ എക്സാം നാളെയാണ്. ടൗണിൽ വലിയ സ്കൂളിൽ വെച്ച് നടത്തുന്ന എക്സാം അല്ലേ? ഗെറ്റപ്പ് ഒക്കെ ഒന്ന് പരിഷ്കരിച്ചു പോകാമെന്ന് ആലോചിക്കുന്നത്. അതുകൊണ്ട് ടൗണിൽ ചെന്ന് പുതിയ ഷർട്ടും പാന്റും വാങ്ങണം. പിന്നെ ഷൂ. പറ്റുമെങ്കിൽ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് ഇറങ്ങാം. വേണ്ട ആദം, നാളെ എക്സാം ഉള്ളതല്ലേ, അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണാം. ശരി പ്രിൻസ്, എന്നാൽ അങ്ങനെ ആകട്ടെ. ഓൾ ദി ബെസ്റ്റ് ആദം. താങ്ക് യു. അവരോടും കൂടി ഒന്ന് പറഞ്ഞേക്കണേ. ശരി ആദം. ശരി. അവനായിരുന്നു ഇന്ന് വരാൻ പറ്റില്ലെന്ന്. ഇതും അവനായിരിക്കും. ഒരു 4 കാര്യം പറയാൻ 40 പ്രാവശ്യം വിളിക്കും. ഓ, പ്രിൻസേ മറന്നു. ഗ്രാൻഡ്പയോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണേ. നേരത്തെ അബദ്ധം പറ്റിയത് കൊണ്ട് സംസാരിക്കാൻ ഒരു ചമ്മൽ. അപ്പൊ ശരി, നാളെ കാണാം. കർത്താവേ, ആരായത്? അപ്പൊ എന്നെ ഓർമ്മയുണ്ട്. നല്ല കാര്യം. തോമസിനെ മറന്നിട്ട് ഞാൻ വേറെ ആരെ ഓർക്കാനാ? എനിക്ക് അകത്തോട്ട് വരാമോ? ആഹാ, തന്നെ ഓർക്കാപ്പുറത്ത് കണ്ട ആ ഷോക്കിൽ ഞാൻ അത് മറന്നു. ഞങ്ങളുടെ പഴയ വായനശാല സെക്രട്ടറിക്ക് ഈ പഴയ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് സ്വാഗതം. പ്രസിഡന്റ് പഴയ ആളാണെങ്കിലും ഓർമ്മകൾക്കൊരു പഴക്കവും ഇല്ല കേട്ടോ. ആഹാ, അതൊക്കെ ദൈവത്തിന്റെ കൈകളിലല്ലേ. താൻ വാ, മുറിയിലേക്കിരിക്കാം. ആരായിരുന്നു പ്രിൻസ് വന്നത്? ഗ്രാൻഡ്പയുടെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു. എന്നിട്ട് അവരെന്തിയെ? അവർ ഗ്രാൻഡ്പയുടെ മുറിയിലേക്ക് പോകുന്നത് കണ്ടു. ഇനി എന്താ നമ്മുടെ പ്രോഗ്രാം? ഗ്രാൻഡ്പ ഫ്രീ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും കഥകൾ പറയിപ്പിക്കായിരുന്നു. വളരെ വലിയൊരു കാര്യമാണ് തോമസ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ നാടിന്റെ അറിവിന്റെ സ്രോതസ് തന്നെയായിരുന്നു ആ വായനശാല. അന്ന് കാലം മങ്ങലേൽപ്പിച്ച അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിൽ ഒരു ശാപമോഷം തന്നെയാണ് തോമസിന്റെ പ്രവർത്തനങ്ങൾ. അപ്പോ ഓർമ്മയ്ക്ക് മാത്രമല്ല, ആ പഴയ വാക്ചാതുര്യവും കൈമോശം വന്നിട്ടില്ല. ഇതിലും കേമനായ ഒരു ഉദ്ഘാടകനെ ഇനി ഞങ്ങൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഉദ്ഘാടകനോ? ഞാനോ? അതെ, കമ്മിറ്റിയിൽ ഭൂരിഭാഗത്തിന്റെ അഭിപ്രായം ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.
മേൽപ്പറഞ്ഞ ദിവസം യഥാസമയത്ത് തന്നെ വായനശാലയിൽ എത്തിച്ചേർന്ന് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും മറ്റു പരിപാടികളിൽ പങ്കുചേരുകയും വേണം. ശരി തോമസ്, ദൈവഹിതം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ശരി, ആകട്ടെ. ഗ്രാൻഡ്പാ വന്നല്ലോ. ആരായിരുന്നു ഗ്രാൻഡ്പാ? ഞങ്ങൾ ഇതിനു മുൻപേ കണ്ടിട്ടേ ഇല്ലല്ലോ. അതാണ് തോമസ്. നമ്മുടെ പള്ളിയിലേക്ക് പോകുന്ന വഴി ഒരു കാട് പിടിച്ച കെട്ടിടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗ്രാൻഡ്പാ. ആ, അത് ഒരു പഴയ വായനശാലയായിരുന്നു. വായനശാലയോ? അതെ, വായനശാല. ഇപ്പൊ കണ്ടാ തോന്നില്ല അല്ലേ? പക്ഷേ കഴിഞ്ഞ ദിവസം അതിനു ചുറ്റും കുറച്ചാളുകൾ കൂടി നിൽക്കുന്നത് കണ്ടായിരുന്നു. അത് അവരാ ബിൽഡിംഗ് വൃത്തിയാക്കാനായിരുന്നു റോമക്സ്. ആ വായനശാലയുമായി ഗ്രാൻഡ്പായ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്റെ നന്ന ചെറുപ്പത്തിൽ ഞാനും ഇപ്പൊ വന്ന ആ അങ്കിളും പിന്നെ കുറച്ച് കൂട്ടുകാരുമൊക്കെയായി ചേർന്നുണ്ടാക്കിയതാണ് ആ വായനശാല. ജീസസ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ വായനശാലയുടെ നല്ല രീതിയിലുള്ള പ്രവർത്തന കാലഘട്ടം ശരിക്കും പറഞ്ഞാ നമ്മുടെ നാടിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. നാടൊട്ടുക്കും കലാപരിപാടികളും കായിക മത്സരങ്ങളും നടന്നിരുന്നു. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട് സാംസ്കാരികമായി വളരെ ഉന്നതിയിലെത്തിയിരുന്നു. പിന്നെ എന്താ ഗ്രാൻഡ്പാ സംഭവിച്ചത്? പിന്നെന്താ, ഞങ്ങൾ ജോലിയുടെയും മറ്റു തിരക്കുകളുടെയും പിന്നാലെ പോയി. കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ ആളുകളുടെ അഭാവം വന്നതോടെ കാലക്രമേണ വായനശാലയുടെ പ്രവർത്തനങ്ങളും മന്ദഗതിയിലായി. പിന്നീടത് നിലയ്ക്കുകയും ചെയ്തു. കേട്ടിട്ട് തന്നെ ഒരു നഷ്ടബോധം തോന്നുന്നു. ശരിക്കും അന്ന് ഞങ്ങൾ മീറ്റിംഗ് കൂടിയതും ക്യാമ്പുകൾ സംഘടിപ്പിച്ചതും കവിതകളും ഭക്തിഗാനങ്ങളുമൊക്കെ എഴുതിയതും ദേ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഭക്തിഗാനങ്ങളോ? അതെ. എന്നിട്ട് അവയെല്ലാം ആ കയ്യെഴുത്തു മാസികയിൽ അച്ചടിച്ചു വരുമ്പോഴുള്ള ഒരു സുഖം. അന്നെഴുതിയ ഏതെങ്കിലും ഭക്തിഗാനം ഗ്രാൻഡ്പായ്ക്ക് ഇപ്പൊ ഓർമ്മയുണ്ടോ? അതൊക്കെ മറക്കാൻ സാധിക്കുമോ മോളെ? എന്നാൽ അതൊന്ന് പാടാമോ ഗ്രാൻഡ്പാ? അതെ ഗ്രാൻഡ്പാ, എപ്പോഴും കഥയല്ലേ പറയാറ്. ഇത്തവണ ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ആഹാ, അതിനെന്താ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ആദം ഇല്ലാതെയായി പോയല്ലോ. കണ്ടോണം, ആദം ഈ കാര്യം അറിയുമ്പോ ഗ്രാൻഡ്പായെ കൊണ്ട് മിനിമം ഒരു 10 തവണയെങ്കിലും പാടിപ്പിക്കും. ഓ, നിങ്ങൾ ഗ്രാൻഡ്പായെ കൊണ്ട് പാടാൻ അനുവദിക്ക്. ശരി ശരി, പക്ഷെ പാടുന്നതിന് പകരം ഞാൻ വരികൾ പറഞ്ഞു തരാം. എന്താ, പോരെ? ദൈവസ്നേഹത്തിൻ നറുമലരെന്നും ഞങ്ങൾ കേൾക്കണമേ യേശുവേ. നേർദിശാബോധവും ആത്മശക്തിയും എന്നും ഞങ്ങളിൽ തൂവണേ. നിന്റെ പുൽക്കൂട്ടിൽ വീണുറങ്ങുന്ന കുഞ്ഞാടിൻ മനമേകണമേ. താരകൾ ചിമ്മും രാത്രി പോലെൻ്റെ
ഉൾക്കടംപൊളി ചിന്തനമേ. ഇന്നെന്താ ഇത്ര ധൃതി? ആ, വായനശാല ഉദ്ഘാടനം ഇന്നല്ലേ. സമയം ദേ അടുത്തു വരുന്നു. സമയമുണ്ടായിരുന്നേ ഞാൻ കൂടി വരായിരുന്നു. അതിനെന്താ, നമുക്ക് വേറൊരു ദിവസം ഒരുമിച്ച് പോകാം. പ്രിൻസുമോൻ ഇതെങ്ങോട്ടാ? ഗാർഡനിലേക്കാ ഗ്രാൻഡ്പാ. സ്റ്റെഫി റോമാക്സ് ഇപ്പൊ വന്നു കാണും. ആദം വരില്ലേ? ഇല്ല, അവൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് എക്സാം ഉള്ളതല്ലേ. ആ, ഞാനതങ്ങ് മറന്നു. ഇനാഗുറേഷൻ കഴിഞ്ഞ് ഗ്രാൻഡ്പാ ഗാർഡനിലേക്ക് വരുമോ? ഉറപ്പില്ല മോനെ, എന്നാലും നോക്കാം. എന്നാൽ ശരി ഗ്രാൻഡ്പാ. എന്നാ ഞാനും താമസിക്കുന്നില്ല. ശരി. എന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ചിട്ട് ഇവനൊന്നും സംസാരിക്കുന്നില്ല പ്രിൻസേ. എന്താ ആദം, എന്തു പറ്റി? നീ ഒന്നും പഠിച്ചില്ലേ? എന്താ സംഭവിച്ചത്? പ്രിൻസ്, നീ ഇവിടെ ഇരിക്ക്. നമുക്ക് സാവധാനം അവനോട് കാര്യങ്ങൾ ചോദിക്കാം. അതെ. ഗ്രാൻഡ്പാ. ഗ്രാൻഡ്പാ ഇത്ര പെട്ടെന്ന് തന്നെ വന്നോ? അവിടെ ചടങ്ങുകളെല്ലാം വളരെ ലളിതമായിരുന്നു. അല്ല, ആദം കാണില്ല എന്നല്ലേ പ്രിൻസ് പറഞ്ഞിരുന്നത്? ഏതായാലും ഗ്രാൻഡ്പാ വന്നത് നന്നായി. എന്താ കുട്ടികളെ, എന്താ കാര്യം? ഗ്രാൻഡ്പാ ഇവിടെ ഇരിക്കൂ, ഞങ്ങൾ താഴെ ഇരുന്നോളാം. ശരി. ആദം, എന്താ പറ്റിയത്? നീ ഇന്ന് എക്സാമിന് പോകുന്നില്ലേ? നീ വേണ്ടതുപോലെ പ്രിപ്പയർ ചെയ്തില്ലേ? ഗ്രാൻഡ്പാ. പറയൂ മോനെ, നിനക്ക് എന്താ പറ്റിയത്? ഗ്രാൻഡ്പാ, ഞാൻ പ്രിപ്പറേഷനൊക്കെ വളരെ നന്നായി നടത്തിയതാ. എന്നാൽ എക്സാം ഉള്ള എന്റെ കൂട്ടുകാരെയൊക്കെ ഞാൻ രാവിലെ വിളിച്ചപ്പോൾ വളരെ നെഗറ്റീവായ മറുപടിയാ കിട്ടിയത്. എക്സാം വളരെ പാടായിരിക്കുമെന്നും തോറ്റാൽ നാണക്കേടാവുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിലെ വിശ്വാസം മൊത്തം നഷ്ടപ്പെട്ടു ഗ്രാൻഡ്പാ. ഇത്ര നിസ്സാര കാര്യത്തിനാണോ ഇങ്ങനെ ഡൗൺ ആകുന്നത്? ഞാനൊരു കഥ പറയാം. ആ കഥയിൽ നിന്ന് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ആദം ഇന്ന് എക്സാമിന് പോകണ്ട. എന്തേ? ഏത് കഥയാ ഗ്രാൻഡ്പാ? ഒരുപക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും. കടൽപ്പരപ്പിലൂടെ നടന്ന യേശുവിന്റെ കഥ.
അതൊന്ന് പറയൂ ഗ്രാൻഡ്പാ. ശരി ആദം, നീ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടത്തിൽ നിങ്ങളും ശ്രദ്ധിക്കുമോ? അഞ്ചപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകിയ കഥ നിങ്ങൾക്കറിയാമല്ലോ. അറിയാം ഗ്രാൻഡ്പാ. ശരി, അതിനുശേഷം ജനസഞ്ചയത്തെ പിരിച്ചുവിടാനും തനിക്ക് മുമ്പ് വഞ്ചിയിൽ കയറി മറുകര പോകാനും യേശു ശിഷ്യന്മാർക്ക് നിർദ്ദേശം നൽകി. അതിനുശേഷം യേശു പ്രാർത്ഥിക്കുവാനായി ഒരു മലമുകളിലേക്ക് കയറി. രാത്രി ആയതിനാൽ അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്നും ഏറെ ദൂരമകന്നിരുന്നു. കാറ്റ് പ്രതികൂലമായതിനാൽ വഞ്ചി വല്ലാതെ ആടി ഉലഞ്ഞു. ഏറെ നേരം കഴിഞ്ഞ് രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു കടലിനു മീതെ നടന്ന് അവരുടെ സമീപത്തേക്ക് ചെന്നു. ഇത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതമെന്ന് പറഞ്ഞ് അവർ ഭയത്താൽ നിലവിളിച്ചു. ഉടനെ യേശു അവരോട് സംസാരിച്ചു. ധൈര്യമായിരിക്കൂ, ഞാനായത്, ഭയപ്പെടേണ്ട. അപ്പോൾ ശിഷ്യനായ പത്രോസ്, ഈ വന്നിരിക്കുന്നത് അങ്ങ് തന്നെയാണെങ്കിൽ ജലത്തിനു മീതെ അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ എന്നോട് കൽപ്പിക്കുവെന്ന് ആവശ്യപ്പെട്ടു. യേശു മറുപടി എന്നോണം വരൂ എന്നും പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നും ഇറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റാഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ കർത്താവെ രക്ഷിക്കണേ എന്നവൻ ഭയന്ന് നിലവിളിച്ചു. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുള്ളവർ അവനെ ആരാധിച്ചുകൊണ്ട്, സത്യമായും നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞു. ആദം, ഗ്രാൻഡ്പാ, ഈ പറഞ്ഞ കഥയിലെ യേശുദേവന്റെ ശിഷ്യനായ പത്രോസിൽ എനിക്ക് എന്നെ തന്നെ കാണാൻ കഴിഞ്ഞു. എനിക്ക് മനസ്സിലായി ഗ്രാൻഡ്പാ, തെറ്റ് എന്റേതു തന്നെയാ. നിസ്സാരമായ കാര്യങ്ങളിലാണ് എന്റെ വിശ്വാസത്തിന് എനിക്ക് മങ്ങലേറ്റത്. എല്ലാവരെയും വിഷമിപ്പിച്ചതിലും ബുദ്ധിമുട്ടിച്ചതിലും എന്നോട് ക്ഷമിക്കണേ. അതൊന്നും സാരമില്ല ആദം. അതൊക്കെ ശരി. ഇത് എന്തിന്റെ എക്സാമാണ്? ഗ്രാൻഡ്പാ,
ഇത് നമ്മുടെ ടാലന്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു എക്സാം ആണ്. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ, അതെന്താ? അതെ, എക്സാമിന് പുതിയ ഷർട്ടും പാൻസും ഷൂസും ഒക്കെ വാങ്ങിയിട്ടും ഇവനൊരു സന്തോഷമില്ലല്ലോ. ആണോ? അതെന്തു പറ്റി ആദം? അത് ഗ്രാൻഡ്പാ, എക്സാം ഓൺലൈനാണ്. വീട്ടിലിരുന്നാണേലും അത് അറ്റൻഡ് ചെയ്യാമായിരുന്നു. ആ കാര്യം മാത്രം ഞാൻ വായിക്കാൻ മറന്നു. എന്റെ ആദം, നിന്റെ ഒരു കാര്യം. അതൊക്കെ ശ്രദ്ധിക്കണ്ടേ ആദം? എന്തായാലും നീ ചെന്ന് എക്സാം നന്നായി അറ്റൻഡ് ചെയ്യൂ. ശരി ഗ്രാൻഡ്പാ. അപ്പോ ഓൾ ദി ബെസ്റ്റ്.